പറ്റിച്ച് ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്ന അന്താരാഷ്ട്ര സൈബർ ക്രിമിനലുകൾക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. നിങ്ങളൊരു സൈബർ തട്ടിപ്പുകാരനാണോ? എങ്കിൽ ഇനി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അമേരിക്കയിലേക്ക് കടക്കാൻ കഴിയില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ച പുതിയ ഗ്ലോബൽ വിസ റെസ്ട്രിക്ഷൻ പോളിസി ലോകമെമ്പാടുമുള്ള സൈബർ കുറ്റവാളികളെയും ഓൺലൈൻ മാഫിയകളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകൾ, സെസ്ട്രോഷൻ, ഓൺലൈൻ ബേറ്റിംഗ് മാഫിയകൾ, ചൈനീസ് കേന്ദ്രീകൃത തട്ടിപ്പ് ശൃംഖലകൾ എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് മേലിലാണ് ഈ കടുത്ത നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഈ പുതിയ വിസ നിയമം? ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രഹരമേൽക്കുക? കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന മറ്റു നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 212(a)(3)(c) പ്രകാരമാണ് ഈ പുതിയ ആഗോള വിസ വിലക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമപ്രകാരം അമേരിക്കൻ പൗരന്മാരെയോ സ്ഥാപനങ്ങളെയോ ലക്ഷ്യമിട്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുകയോ അതിന് ഒത്താശ ചെയ്യുകയോ പങ്കാളികളാവുകയോ ചെയ്യുന്ന ഏതൊരു വിദേശിക്കും അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടും. എന്നാൽ ഈ നിയമത്തിലെ ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമായ കാര്യം എന്തെന്നാൽ ഈ തട്ടിപ്പുകാരുടെ അടുത്ത ബന്ധുക്കളായ കുടുംബാംഗങ്ങൾക്കും അമേരിക്കൻ വിസ ലഭിക്കില്ല എന്നതാണ്. അതായത് ഒരാൾ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം ഉണ്ടാക്കിയാൽ അതിന്റെ പ്രത്യാഘാതം അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരുമെന്ന വ്യക്തമായ സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഇത്രയും ശക്തമായ ഒരു നടപടിയിലേക്ക് കടന്നത്? ഇതിനുത്തരം അവർ പറഞ്ഞിരിക്കുന്നത് ചില ഞെട്ടിക്കുന്ന കണക്കുകളിലൂടെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ 14390 അനുസരിച്ച് അമേരിക്കൻ പൗരന്മാർക്ക് നേരെ നടക്കുന്ന ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളും മറ്റ് പ്രെഡേറ്ററി തട്ടിപ്പുകളും മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയതനുസരിച്ച് പ്രധാനമായും ചൈനീസ് അന്താരാഷ്ട്ര കുറ്റവാളി സംഘങ്ങൾ നയിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങൾ വഴി 2024 മാത്രം അമേരിക്കൻ പൗരന്മാർക്ക് നഷ്ടമായത് കുറഞ്ഞത് $10 ബില്യൺ. അതായത് ഏകദേശം 96,000-ലധികം കോടി ഇന്ത്യൻ രൂപ. ഈ ഭീമമായ തുക തട്ടിയെടുക്കുക മാത്രമല്ല, ഇതിലൂടെ ലഭിക്കുന്ന പണം കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി, മനുഷ്യക്കടത്ത് തുടങ്ങിയ വൻ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും US കണ്ടെത്തി. മറ്റൊരു ഗുരുതരമായ വിഷയം സെസ്റ്റോറേഷൻ തട്ടിപ്പുകളാണ്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന കുറ്റവാളികൾ അമേരിക്കയിലെ കൊച്ചുകുട്ടികളെയും കൗമാരക്കാരെയും വരെ ഓൺലൈൻ വഴി കെണിയിൽപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്നു. പല കുട്ടികളുടെയും ഭാവി തകർക്കുന്ന, കുടുംബാംഗങ്ങളെ മാനസികമായി തകർക്കുന്ന ഈ ദാരുണ സംഭവങ്ങൾ തടയുക എന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വലിയൊരു മുൻഗണനയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വെറുമൊരു വിസ നിരോധനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അമേരിക്കയുടെ ആക്ഷൻ പ്ലാൻ. ഇതിനായി മൾട്ടി ഏജൻസി തലത്തിലുള്ള വൻ നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും 5 വഴികളിലൂടെയും തട്ടിപ്പ് ശൃംഖലകളെ വേരോടെ പിടിതെറിയാനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. ആഗോള ഉപരോധങ്ങൾ, നിയമ നടപടികളും വിചാരണയും, സ്വത്തുവകകൾ കണ്ടെടുക്കൽ, കുറ്റവാളികളെ വിട്ടു നൽകാനുള്ള അഭ്യർത്ഥനകൾ, അന്താരാഷ്ട്ര പോലീസ് സഹകരണം എന്നിവയാണ് ഈ 5 മാർഗങ്ങൾ. ഓൺലൈൻ ലോകത്ത് സുരക്ഷിതമായി ഇരുന്ന് അമേരിക്കൻ പൗരന്മാരെ പറ്റിക്കാമെന്ന് കരുതുന്ന അന്താരാഷ്ട്ര തട്ടിപ്പുകാർക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണിത്. ഞങ്ങളുടെ പൗരന്മാരെ ഇരയാക്കുന്നവരെ വെറുതെ വിടില്ല, അവർക്ക് പിറകെ അമേരിക്ക വരും എന്ന മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഈ നയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ ലോകം എത്രത്തോളം വിശാലമാണോ അത്രത്തോളം തന്നെ കുറ്റവാളികൾക്കുള്ള വലയും അമേരിക്ക മുറുക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വ്യാജ കോൾ സെന്ററുകൾക്കും തട്ടിപ്പ് സംഘങ്ങൾക്കും ഈ നയം ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് ഈ പുതിയ വിസ നയത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇത്തരത്തിലുള്ള കർശന നടപടികൾ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.